ഇനി അഹ്സാബ് സൂറത്തുമായി, അതായത് അഹ്സാബ് സൂറത്തിലെ 7-ാമത്തെ സൂക്തവും 7 മുതൽക്ക് 17 വരെയുള്ള സൂക്തങ്ങളുമായിട്ട് ജബ്ബാർ പറയുന്നൊരു സംഗതി, ഗോത്രകാലത്തുള്ള മനുഷ്യരുടെ ഒരു ഭാവനയാണ് ദൈവം. എന്നിട്ട് ആ ദൈവത്തിൻ്റെ ഭാവനയിലുള്ള ദൈവത്തിൻ്റെ പേരിൽ അവർ ഗോത്രപരമായിട്ടുള്ള തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മാനസികാവസ്ഥയായിട്ടാണ് ദൈവം വന്നിരുന്നെങ്കിൽ ദൈവം മനുഷ്യനോട് പറയും യുദ്ധം ചെയ്യരുത് എന്നാണ്. ഇത് കേട്ടാൽ തോന്നുക ജബ്ബാർ ഏത് തമോയുഗത്തിലാണ് ജീവിക്കണതെന്നുള്ള. കാരണം ഗോത്ര കാലഘട്ടത്തിലേതിൽ നിന്ന് എന്ത് വ്യത്യസ്തമാണ് യുദ്ധത്തിൻ്റെ കാലത്ത് ആധുനിക ജബ്ബാർ വല്ലാതെ പറയുന്ന ഈ ആധുനിക ശാസ്ത്രീയ അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലുമായിട്ട് ലോകത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, ഈ യുദ്ധങ്ങളാണോ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊന്നൊടുക്കുകയും മനുഷ്യന് പ്രയാസങ്ങളുണ്ടാക്കുകയും എന്തിനേറെ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത രോഗങ്ങൾക്ക് വരെ കാരണമായിട്ടുള്ളത് ഗോത്രകാലത്തെ യുദ്ധത്തിൻ്റെ കാരണത്താലാണോ, ജബ്ബാർ പറയുന്ന ആധുനിക ശാസ്ത്രീയ ജനാധിപത്യ കാലഘട്ടത്തിലെ യുദ്ധങ്ങളിലൂടെയാണോ? ബുദ്ധിയും വിവേകവും വിവരവുമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ നിഷ്പക്ഷവാനാണെങ്കിൽ അയാൾക്ക് പറയാൻ കഴിയുക പണ്ടത്തെ ജബ്ബാർ പറയുന്ന ഗോത്രകാലത്തെ യുദ്ധത്തെക്കാൾ കൂടുതൽ കൊടൂരമായിട്ടുള്ള യുദ്ധം നടന്നിട്ടുള്ളത് ആധുനിക കാലഘട്ടത്തിലാണെന്നുള്ള. കാരണം ഇന്നത്തേതുപോലെ മാരകമായിരുന്നില്ല പഴയ കാലത്തെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള ആയുധങ്ങളിൽ കവിഞ്ഞാൽ അവർ വിഷം പുരട്ടുക എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. ഇപ്പം വിഷം പുരട്ടേണ്ടതില്ല, മുഴുവൻ സംഗതികളും തീർത്തും വിഷമാണ്. അതുകൊണ്ട് അത് മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊല്ലുന്നു. ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത യുദ്ധ രീതികളാണ് ആധുനിക കാലഘട്ടത്തിലെ ജബ്ബാർ വീമ്പിളക്കുന്ന ഈ കാലഘട്ടത്തിലെ യോദ്ധാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റുകളും കൊതിയന്മാരായിട്ടുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിത്യസംഭവമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്ന സംഗതിയാണ്. ഏതൊക്കെ രീതിയിലാണ് മനുഷ്യനെ കൊല്ലുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരുത്തനല്ല ഈ ജബ്ബാർ എന്ന് പറയുന്ന ബുദ്ധിശൂന്യനായിട്ടുള്ള യുക്തിവാദി. അപ്പോൾ കേവലം കപട യുക്തിവാദവുമായിട്ട് വരുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ആദിമ മനുഷ്യൻ്റെ സ്വഭാവം എന്തായിരുന്നുവോ ആ സ്വഭാവം തന്നെയാണ് പൗരാണിക മനുഷ്യൻ്റെ സ്വഭാവം എന്തായിരുന്നുവോ ആ സ്വഭാവം തന്നെയാണ് ഇവിടെ ആധുനിക മനുഷ്യനുള്ളത്. അതുകൊണ്ട് ആധുനിക മനുഷ്യനോടെന്നതുപോലെ പൗരാണിക മനുഷ്യനോടും ദൈവം പറഞ്ഞത്, അള്ളാഹു പറഞ്ഞത് യുദ്ധം ചെയ്യരുത് എന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു ഘട്ടത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് എനിക്ക് എൻ്റെ ദീൻ എന്ന് പറയേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് പോവാം, എനിക്ക് എൻ്റെ ആചാരവും വിശ്വാസവും അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചിരുന്നെന്നാണ് ഖുർആൻ അവിടെ പറയുന്നത്, നബിയോട് പറയാൻ വേണ്ടി പറയുന്നത്. അതിന് സന്നദ്ധരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായിരുന്നാലും നിന്നെ ഇവിടെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല, നിൻ്റെ ആശയം ഇവിടെ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറയുന്നിടത്താണ് സംഘടനം വരുന്നത്. എന്നിട്ട് പോലും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ക്ഷമിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം മറ്റേ മനുഷ്യന്മാർക്ക് അനുവദിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ അവിടെ കയ്യാങ്കളി ഉണ്ടാവും. അവിടെ കയ്യാങ്കളി ഉണ്ടാകുമ്പോൾ അവിടെയാണ് ദൈവം പറയുന്നത് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരു കൂട്ടർ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള ഈ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറല്ലാതെ അവർ യുദ്ധത്തിന് തന്നെ മുതിരാണെങ്കിൽ പിന്നെ ദൈവം എന്താ പറയേണ്ടത്? എന്നാൽ പിന്നെ നിങ്ങളെ കൊന്നൊടുക്കിക്കോട്ടെ എന്നാണോ? അത് കാരുണ്യവാനായിട്ടുള്ള യുക്തിബോധമുള്ള ഒരു ദൈവത്തിന് പറയാൻ പറ്റുന്ന സംഗതിയാണോ? അല്ല. അതുകൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുക്കളായിട്ടുള്ള ആളുകൾ അവർ നിങ്ങളെ കൊന്നൊടുക്കാതിരിക്കണമെങ്കിൽ നിങ്ങളതിനെ നേരിടേണ്ടതുണ്ട് എന്ന് ഇങ്ങേ ഭാഗത്തുള്ള ആളുകളോട് പറയേണ്ടി വരും. അതിനുവേണ്ടി അവരോട് ഒരുങ്ങാൻ പറയേണ്ടി വരും. ആയുധങ്ങൾ ഉണ്ടാക്കാൻ, യുദ്ധത്തിൻ്റെ കോപ്പ് കൂട്ടാൻ വേണ്ടി പറയേണ്ടി വരും. സൈനിക സജ്ജീകരണം നടത്താൻ വേണ്ടി പറയേണ്ടി വരും.
അവിടെയാണ് വിശുദ്ധ ഖുർആന് മനുഷ്യനോട് യുദ്ധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യരെ കൊല്ലുക എന്നത് ഗുരുതരമായിട്ടുള്ള അപരാധമാണ് എന്ന് ഖുർആൻ പറയുന്നത്. എന്നാൽ ആ അപരാധത്തെക്കാൾ കൂടുതൽ വലിയ അപരാധമാണ് മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു അപരാധം അതിനേക്കാൾ ചെറിയൊരു അപരാധം ഇതിൽ ഏത് മനുഷ്യൻ തിരഞ്ഞെടുക്കണം? മനുഷ്യൻ്റെ തന്നെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അത്. അവിടെ ഗൗരവം കുറഞ്ഞ അപരാധം തിരഞ്ഞെടുത്ത് കൂടുതൽ ഗൗരവമുള്ള അപരാധത്തെ തടയിടേണ്ടി വരും. അതാണ് വിശുദ്ധ ഖുർആൻ യുദ്ധം നിർബന്ധമാക്കുമ്പോഴും യുദ്ധത്തിന് പ്രേരിപ്പിക്കുമ്പോഴും ഒക്കെ ചെയ്യുന്നത്. ആ ഗോത്രകാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നെന്തിനാണ് രാഷ്ട്രങ്ങൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്? മനുഷ്യന് അവൻ്റെ നിത്യജീവിതത്തിൽ ആളുകൾക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, രോഗചികിത്സ തുടങ്ങി മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ മുടക്കേണ്ട സമ്പത്താണല്ലോ ഈ ആയുധം കുന്നുകൂട്ടാൻ വേണ്ടി എല്ലാ ഗവൺമെൻറ്റുകളും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ജബ്ബാറിൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അനാവശ്യമാണ്. പക്ഷെ അത് യുക്തിരഹിതനായിട്ടുള്ള ഒരു യുക്തിവാദിക്കേ പറയാൻ കഴിയുള്ളൂ. കാരണം രാഷ്ട്രങ്ങളായി വേർതിരിഞ്ഞ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അതിർത്തി തർക്കങ്ങളുണ്ടാവും, വേറെ തർക്കങ്ങളുണ്ടാവും. അപ്പോൾ ശക്തമായിട്ടുള്ള രാഷ്ട്രം അശക്ത രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരുമ്പോഴും അപ്പോൾ അവരെ നേരിടണമെങ്കിൽ ഇവർക്ക് ആയുധം വേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. അത് കണ്ടുകൊണ്ടാണ് രാഷ്ട്രങ്ങൾ ബജറ്റിൽ യുദ്ധത്തിനുള്ള കാശ് മറ്റ് സാമ്പത്തിക മറ്റ് കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിനേക്കാൾ സമ്പത്ത് യുദ്ധാവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ ഗോത്രകാലഘട്ടത്തിൽ മാത്രമല്ല, ആധുനിക കാലഘട്ടത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം എന്താണ്? മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ ഗോത്രകാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിലും ഒരേ പ്രകൃതമാണ് മനുഷ്യനുള്ളത്. ഗോത്രകാലഘട്ടത്തിൽ നിന്ന് ഈ കാര്യത്തിൽ നിന്നും മനുഷ്യന് വല്ലാതെ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണല്ലോ ചെറിയ മുലകുടി പറ്റാത്ത കുട്ടികളെപ്പോലും ബോംബെറിഞ്ഞ് കൊല്ലുമ്പോൾ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് യാതൊരു അങ്കലാപ്പും ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ അങ്ങനെ നടക്കണം തന്നെയാണ് ജബ്ബാറിൻ്റെയിലുള്ളത്. പിന്നെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഗോത്ര കാലഘട്ടവും മറ്റുമൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അത് തൊള്ളക്ക് രസമുള്ളൊരു സംഗതിയാണ്. ചില ആളുകളുടെ കയ്യടിയും കിട്ടും, എത്ര മാത്രമേ ഉള്ളൂ. അതായത് ജബ്ബാറിന് ഇതിലൊന്നും ആത്മാർത്ഥത ഉണ്ട് എന്ന് പറയാൻ ജബ്ബാറിൻ്റെ ഇതപര്യന്തമുള്ള യാതൊരു സമീപനവും അതിന് സഹായകമല്ല എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ജബ്ബാറിനെ പോലുള്ള ആളുകളെ കപട യുക്തിവാദികളെന്ന് പറയേണ്ടി വരുന്നതും. കാരണം യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഇതല്ല, ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെയോ അടച്ച് ആക്ഷേപിക്കുകയും ഒരു ന്യായീകരണവുമില്ലാതെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെതിരിൽ കയ്യടി വാങ്ങുകയും എന്നിട്ട് അതിലൂടെ കാശുണ്ടാക്കുകയും ചെയ്യുന്ന ഈ സമ്പ്രദായം, ഇതിനെ യുക്തിവാദം എന്ന് പറയാൻ പറ്റില്ല. യുക്തിരാഹിത്യത്തിൻ്റെ മകുടോദാഹരണമാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾ എന്നുള്ള. അപ്പോൾ മൂപ്പര് പറഞ്ഞ് അവിടെ എത്തി ഇസ്ലാം എന്നും വയലാണ് നിലനിൽപ്പിന് വേണ്ടിയാട്ടെ. ജബ്ബാറിനെ പോലുള്ള നാല് മുറിച്ചുത്തികൾ ഇവിടെ നിന്നായിട്ട് കുരച്ചാൽ തകരുന്നതാണ് ഇസ്ലാം എന്നാണ് ജബ്ബാറിനെ പോലുള്ള വിഡ്ഢികളുടെ വിചാരം. ആ വിഡ്ഢിത്തമാണ് അവരെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നാലാൾ മറ്റുള്ളവർ കേൾക്കുന്നുണ്ട് എന്നുള്ള യാതൊരു ബോധവും തീറ്റൊക്കെ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. കാരണം ലോകത്ത് ജബ്ബാറിനെക്കാൾ ബുദ്ധിയും വിവേകവും പാണ്ഡിത്യവും വിജ്ഞാനവും ശാസ്ത്രബോധവും ഒക്കെ ഉള്ള മനുഷ്യന്മാർ കോടിക്കണക്കിന് ഉണ്ടെന്നും ഈ കോടിക്കണക്കിന് മനുഷ്യന്മാർ ലോകത്ത് ദൈവത്തെ സംബന്ധിച്ച് മതത്തെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതീക്ഷ പുലർത്തുന്നവരാണെന്നും വിശേഷിച്ചും ആളുകൾ ആധുനിക കാലഘട്ടത്തിലും മറ്റ് മതങ്ങളിൽ നിന്നും ജബ്ബാറിനെ പോലുള്ള യുക്തിവാദങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നാസ്തികതയിൽ നിന്നും കമ്മ്യൂണിസം പോലുള്ള ഭൗതികവാദങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് ഇസ്ലാമിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ ജബ്ബാറിന് കാണുന്നുണ്ട്. അപ്പോൾ ജബ്ബാർ ഇത് കാണുമ്പോൾ ജബ്ബാറിൻ്റെ കലിപ്പ് ഇങ്ങോട്ട് വർദ്ധിച്ചിട്ട് ജബ്ബാറിൻ്റെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇസ്ലാം ഇതാ തകരുകയാണ്. ആ പാവങ്ങൾ അത് കേട്ട് കയ്യടിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുക്തിയില്ലായ്മയാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ നയിക്കുന്നത്. എന്നിട്ട് ഗോത്രകാലഘട്ടത്തിലേതുപോലെ
അല്ല ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലേക്ക് പോലുള്ള ഒരു ബോധമാണ് ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ അന്ന് ഗോത്ര കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യരുതെന്നാണ് ദൈവം പറയുമായിരുന്നത്. അപ്പോൾ അന്നത്തെ ദൈവത്തിന് അങ്ങനെ ബോധമില്ലാത്തതുകൊണ്ട്, കാരണം ദൈവമല്ലല്ലോ, അപ്പോൾ ഉള്ള ദൈവത്തിന് അങ്ങനെ ഒരു ബോധവുമില്ല, അതുകൊണ്ട് അന്ന് യുദ്ധം ചെയ്യിച്ചു. ഇപ്പോൾ യുദ്ധം ചെയ്യിക്കില്ല എന്നുള്ളിടത്താണ് ജബ്ബാർ എത്തിപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും യുദ്ധവറിയന്മാരുടെ ആക്രോശങ്ങളും ഒന്നും ജബ്ബാർ കേൾക്കാത്തതല്ല പ്രശ്നം. ജബ്ബാറിനെ കേൾക്കാനുള്ള സമയമല്ല, അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ മനസ്സില്ല. അത് വിശേഷിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചാവുമ്പോൾ അതൊക്കെ അങ്ങനെ നടക്കട്ടെ എന്ന് ഉള്ള ധാരണയാണ് ജബ്ബാറിന് ഉള്ളത്. ഇതാണ് ഒരു ഭാഗത്ത് ഇപ്പോൾ തല്ലുന്നൂന ബില്ലാഹിൽ തുന്നൂന എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യവും. നിങ്ങൾ അള്ളാഹിനെ പറ്റി തെറ്റായിട്ടുള്ള ചില ധാരണകൾ വെച്ച് പുലർത്തുകയാണ്. അത് ജബ്ബാറും വെച്ച് പുലർത്തുന്നത് അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ധാരണകളാണ്. ഈ ധാരണകൾ അത് ജബ്ബാറിന് തന്നെ തിരിച്ചടിയായി മാറും. അങ്ങനെയുള്ളൊരു ഘട്ടം വരാൻ പോകുന്നുണ്ടെന്നുള്ളത് ജബ്ബാർ എത്ര പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തൻ്റെ ചിന്താഗതിയും ജീവിതരീതിയും മാറ്റുകയും ചെയ്യുന്നുവോ അപ്പോൾ മാത്രമേ ജബ്ബാറിന് രക്ഷപ്പെടാനാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ജബ്ബാർ ഈ കുരുക്കിൽ കുരുങ്ങി അയാൾ സർവനാശത്തിലേക്കാണ് കൂപ്പുകുത്താൻ പോകുന്നത് എന്നുള്ളത് കൂടി ജബ്ബാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്.